1 2 3 4 5 ഞാൻ നീക്കി ഇനി മുത്തശ്ശി കളി. എന്തുവാടാ ഈ കാണിക്കുന്നേ? നിര കളിക്കുമല്ലേ? നിര കളിക്കുന്നതാണോ? പിന്നെ എടാ ഞാൻ കഴിക്കാനുള്ള ഗുളിക പറക്കി വെക്കുന്ന നീ കണ്ടില്ലായോ? ഗുളികയാണോ? എടാ ഇത് ഷുഗറിന്റെ, ഇത് പ്രഷറിന്റെ, ഇത് രണ്ടും കൂടെ കൊളസ്ട്രോളിന് കഴിക്കുന്നതാ. ഇത് 1 മണിക്കൂർ തെറി വിളിക്കാതിരിക്കും. 1 മണിക്കൂർ തെറി വിളിക്കാതിരിക്കാനൊക്കെ? എടാ ഈ ഗുളിക ഞാൻ എടുത്ത് കഴിച്ചാ പിന്നെ 1 മണിക്കൂർ അങ്ങ് ഉറക്കവാ. പിന്നെ ഞാൻ ആരെ തെറി വിളിക്കാനാ? എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്തുവാടാ? എന്നാ പിന്നെ ഈ ഗുളിക അങ്ങ് സെറ്റോടെ കഴിക്കാൻ പറ്റുമോ? എന്തിനാടാ? ഇന്നത്തെ ദിവസം ഞങ്ങള് തെറിയേക്കണ്ടല്ലോ. സമാധാനമായിട്ടിരിക്കായിരുന്നു. സമാധാനം സമാധാനമില്ലല്ലോടാ. എടാ നിനക്ക് സമാധാനമില്ലല്ലോ. എന്നെ കൊണ്ട് നിനക്ക് സമാധാനം. നിനക്ക് എന്റെ ദൈവമേ, ഒന്ന് എഴുന്നേക്കുന്നത് തന്നെ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിലാണ്. ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനിത്? എന്നെ കൊണ്ട് നിനക്കൊരു സമാധാനക്കേടുണ്ടല്ലോ. എടാ നിന്റെ അപ്പൂപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് ഒന്നേ പൊടിയേന്നും പറഞ്ഞിട്ടാ എന്നെ കൊണ്ട് നടന്ന് നിനക്കറിയാമോടാ? എന്നിട്ട് ഈ പറയുന്ന ഭർത്താവ് എങ്ങനെയാണ് മരിച്ചുപോയത്? സ്വാഭാവിക മരണമായിരുന്നു. പെണ്ണുങ്ങളുടെ കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കി അവര് തല്ലിക്കൊന്ന എങ്ങനെയാ സ്വാഭാവിക മരണമാവുന്നത്? എടാ കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കി നാട്ടുകാർ പിടിച്ചു തല്ലുന്നത് സ്വാഭാവികം. തല്ലുകൊണ്ട് ചാകുന്നതും സ്വാഭാവികം. അതൊരു സ്വാഭാവിക മരണമല്ലയോ? എന്നാലും സ്വഭാവം കൊള്ളുകയല്ലെന്ന് പറയരുത് കേട്ടോ. ആരെയാടാ നീ കിടന്ന് കുറ്റം പറയുന്നേ? ഈ ഉണ്ടാക്കിയിട്ടേക്കുന്നത് മൊത്തം എന്റെ കെട്ടിയോനല്ലയോ? ഇന്നലെ രാത്രി നീ ആ കട്ടിലെ മലന്ന് കിടന്നില്ലയോ? എനിക്ക് വേണ്ടി എന്റെ കെട്ടിയോൻ ഉണ്ടാക്കിയിട്ടേക്കുന്ന കട്ടിലേലാ നീ കിടന്നത്. പറ്റിയത് പറ്റി. ഇനി മേലി ഞാൻ അമ്മൂമ്മയുടെ കട്ടിലേക്ക് കയറി കിടക്കത്തില്ല. എന്നാടാ കാര്യം? വിൻസെന്റ്, സത്താറ്, പ്രേം നസീർ, മധുസാറ്, പണ്ടത്തെ ചോക്ലേറ്റ് ബോയ്സ് എല്ലാം രാത്രി എന്റെ സ്വപ്നത്തിൽ വരുവാ ആ കട്ടിലേക്ക്. ഇനി അവരോട് ഞാൻ സംസാരിക്കണല്ലേ? അതല്ല ഒരു കാലമാടാ, ഒരു കാലമാ. എടാ നീ ആശുപത്രി പോയിട്ട് എന്തോ ആയടാ മക്കളെ? അത് പറയാൻ ഞാൻ മറന്നുപോയി. മുത്തശ്ശിയുടെ 16 ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന സമയത്ത് നീ എനിക്ക് 16 അടി എന്തര നടത്തുവാടാ? നീ നടത്തുവോ? എനിക്ക് നടത്തുവോ? അയ്യോ അതല്ല പറഞ്ഞത്. എന്തുവാ പറഞ്ഞത്? ആശുപത്രിയില് മുത്തശ്ശിയുടെ ടോക്കൺ നമ്പർ 16 ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അതാണ് പറഞ്ഞത്. എന്റെ മക്കളെ, ഡോക്ടർ എന്നോട് പറഞ്ഞേക്കുന്ന എനിക്ക് അധിക കാലം ഒന്നും ഇല്ലെന്നാണോ പറഞ്ഞേക്കുന്നത്? എന്നോട് പറഞ്ഞേക്കുവാ ഇനി ചെല്ലുന്ന സമയത്ത് എസ്ര കൊണ്ട് ചെല്ലണോ? അത് പൃഥ്വിരാജിന്റെ സിനിമയല്ലേ? അതല്ലടാ, ഇരുട്ടുമുറി കയറിയിട്ട് അസ്ഥികൂടത്തിന്റെ ഫോട്ടോ എടുക്കത്തില്ല. നോക്കടാ, ഇതെന്താ ചാവാറായെന്നാടാ തോന്നുന്നത്. എന്താ കാരണം പറഞ്ഞത്? എനിക്ക് അറിഞ്ഞൂടാ. തലയിൽ ഏതാണ്ട് ഞരമ്പ് പിണഞ്ഞു കിടക്കുവാന്ന് പറയുന്നടാ. എക്സ്റേ എടുക്കാൻ പോയപ്പോ എന്റെ മോള് ചിന്നുകുട്ടിയുടെ സ്ലൈഡും കുത്തിക്കൊണ്ടാ പോയതല്ലേ? എന്നാ ഇത് ഞരമ്പ് പറഞ്ഞതല്ല, സ്ലൈഡ് പറഞ്ഞതാ. മനസ്സിലായ? മക്കളെ എനിക്കൊരു ആഗ്രഹം ഉണ്ടടാ. എന്തുവാ? രണ്ടാമത് കല്യാണം കഴിക്കണമെന്ന് വല്ലതാണോ? അത് സീരിയസ് ആയിട്ട് എടുത്ത്. എനിക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷെ നീ അത് ആരോടും പറയല്ലടോ മക്കളെ. ഞാൻ പറയത്തില്ല, പറ. ഒരു കുഴിമന്തി കഴിക്കണം എനിക്ക്. കുഴിമാന്തണ്ട പ്രായത്തി കുഴിമന്തി തിന്നണോന്ന് അവർക്ക്. എന്റെ പൊന്നു മുത്തശ്ശി, എന്റെ കയ്യിൽ 10ന്റെ പൈസ ഇല്ല. നിങ്ങൾക്കറിയാവോ? കാർഡ് മഞ്ഞയായോണ്ട് മാത്രം റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുന്നു. മൂത്തവന് ഇളയവനും ചൂണ്ടയിടാൻ പോകുന്നതുകൊണ്ട് മീൻകറിയുടെ കാര്യം അങ്ങനെ അങ്ങ് പോകും. പിന്നെ 6 വയറ് നിറയ്ക്കാൻ ഞാൻ ഇവിടെ കിടന്ന് പെടുന്ന പാട് നിങ്ങൾക്കറിയാവോ? അതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശിയുടെ കുഴമ്പ്, തൈലം, എണ്ണ ഇതെല്ലാം ഞാൻ നോക്കണ്ടേ മുത്തശ്ശി? അപ്പൊ ഞാൻ നിനക്കൊരു ബുദ്ധിമുട്ടായി തുടങ്ങിയല്ലോടോ മക്കളെ? ഏകദേശം മനസ്സിലായി തുടങ്ങിയല്ലേ? അങ്ങനാണെങ്കിലേ മുത്തശ്ശി നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. പക്ഷെ അത് കേൾക്കുമ്പോ എന്റെ മക്കൾക്ക് സങ്കടം വരുമെന്ന് എനിക്കറിയാം. പിള്ളേരുടെ ബിസ്ക്കറ്റ് വല്ല എടുത്ത് അമൃതമുടി എടുത്ത് കുറുക്കി കുടിച്ചാ പിന്നെ എന്ത് വിഷയം? പക്ഷെ അത് കേൾക്കുമ്പോ എന്റെ മക്കൾക്ക് സങ്കടം വരുമെന്ന് എനിക്കറിയാണ്. എന്നാ മുത്തശ്ശി? ഇടുക്കിയിലില്ലേ എന്റെ മൂത്ത മോരായന്റെ വീട്ടിൽ ഞാൻ കുറച്ചു ദിവസം പോയി അങ്ങ് നിക്കാവടാ. അപ്പൊ ഇങ്ങനെ ചിരിപ്പിച്ച് കൊല്ലല്ലേ ഈശ്വര. ആക്സിഡന്റ് ഡയലോഗും രണ്ട് പണി എന്നെ കരയിച്ച് കൊല്ലല്ലേ മുത്തശ്ശി. ഇപ്പൊ ഇവിടുന്ന് പോവാൻ ഇവിടെ എന്താ ഉണ്ടായേ? എടാ മക്കളെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്റെ കൊച്ചുമക്കളെ എല്ലാരെയും എനിക്കൊന്ന് കാണാൻ പറ്റുവടാ. ശരിയാണ് മുത്തശ്ശി പറഞ്ഞത് ന്യായമുണ്ട്.
കൊച്ചുമക്കളെ കണ്ട് ഭഗവാൻ പാദം പൂർണ്ണമെന്ന് ആഗ്രഹം വരും. ശരിയാണ്. അത് മാത്രല്ലടാ, ഈ സിറ്റിക്കകത്താന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഒരു ശുദ്ധവായു ഇല്ല. അവിടുന്ന് എനിക്ക് പോലും കിട്ടാനില്ല. അവിടെ ചെന്നാ നല്ല ശുദ്ധവായു കിട്ടും. നല്ല ശുദ്ധവായു അവിടെ കിട്ടും. എനിക്ക് അനുഭവം ഉണ്ട്. അത് പോണം. പിന്നെ എന്റെ കെട്ടിയോന്റെ ഓർമ്മകൾ മൊത്തവും കിടക്കുന്നത് അങ്ങ് ഇടുക്കിയില്ല. അത് ശരിയാട്ടോ. അതുമല്ല, അങ്ങാരെ അടക്കിയതിന്റെ അടുത്ത് തന്നെ എന്നെ അങ്ങ് അടക്കണം. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതാണ് ഒരു സ്ത്രീ പൂർണ്ണയാവുന്നത്. സ്വന്തം ഭർത്താവ് അടക്കിയെടുത്ത് വെല്ലിമേനെ കൊണ്ട് അടക്കണം. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോയി നിൽക്കാന്നാണോടാ നീ പറയുന്നത്? അമ്മുമ്മ അങ്ങോട്ട് പോയി നിൽക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പൊക്കോട്ടെ. അങ്ങനെയാണ്. എന്ത് പൊക്കോ? നിനക്കൊരു വിഷമവും ഇല്ലയോടാ അങ്ങനെ പോകുന്നത്? ഞാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ നെഞ്ചത്തൊരായിരം മുള്ളു കുത്തി ഇറങ്ങുന്ന വേദനയുണ്ട്. എന്നാലും മുത്തശ്ശി ഒറ്റക്കാലെ പോണോന്ന് പറഞ്ഞ് തപസ് ചെയ്യുമ്പോ ഞാൻ എന്തോ പറയാനാ? എനിക്കൊരു കാര്യം ഉറപ്പാ. എന്താ? ഞാൻ ഇവിടെ കിടന്ന് ചാവുവാണെങ്കിൽ സർവോപരി എച്ചിയായ നീ എന്നെ ഇടുക്കിയിലോട്ട് കൊണ്ടുപോയി അവിടെ അടക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല. അപ്പൊ ആ മോന്റെ അടുത്ത് പോയി തന്നെ ഇരിക്കുന്നതല്ലേ നല്ലത്? വാവ്, മക്കൾക്ക് ഇത്രയും സൗകര്യം ഉണ്ടാക്കി തരുന്ന ഒരു മമ്മി ലോകത്ത് വേറെ എവിടെയും കാണത്തില്ല. ഇതായിരിക്കും നല്ലത്. ഇതാകുമ്പോ ഞങ്ങളൊരു ടോറസ് വിട്ട് അങ്ങോട്ട് വന്നാൽ മതിയല്ലോ. അപ്പൊ ഞാൻ എന്നാ ചിറ്റപ്പനെ വിളിച്ചു പോട്ടെ. ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട്. എന്തിനാ ഒരാഴ്ച ആവണം? സ്പോട്ടിൽ വിട്ടോ. ഹലോ, ആ ചിറ്റപ്പാ. അയ്യോ, ഇവിടെ മുത്തശ്ശിക്ക് ഭയങ്കര ആഗ്രഹം ചിറ്റപ്പൻ്റെ അടുത്ത് വന്ന് നിൽക്കണം, അവിടെ പിള്ളേരെയൊക്കെ കാണണം, ഇനിയുള്ള ശിഷ്ട ജീവിതം അവിടെ മതിയെന്ന്. അയ്യോ, പുള്ളിക്കാരി കഴിക്കുന്നില്ല, അങ്ങോട്ട് വരണമെന്ന് തന്നെയാ പറയുന്നത്. ആ, പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുവോ ചിറ്റപ്പനെയൊക്കെ കാണാണ്ട്. പെട്ടെന്ന് വന്ന് കൊണ്ടുപോകണം കേട്ടോ. ഞാൻ ആ സ്റ്റാൻഡ് വരെ എത്തിക്കാം. ആ, ഓക്കെ. ഇല്ലാത്ത കാര്യമൊക്കെ അല്ലയോടാ നീ ഇപ്പൊ അവരോട് പറഞ്ഞു കൊടുത്തത്? ഇരിക്കട്ടെന്ന് ഒരു കൊണ്ടുപോട്ടെ. എന്തിനാടാ കള്ളത്തരം പറഞ്ഞത്? എന്തിന്? നിന്റെ കെട്ടിയോള് വന്ന് ഞാൻ കഴിച്ചിട്ട് ശേഷമേ ഇവിടുന്ന് ഞാൻ പോകുന്നുള്ളൂ. അത് വേണ്ട, അതിന് മുന്നേ പൊക്കോ. അവക്ക് പിന്നെ സങ്കടമാവും. പിന്നെ മുത്തശ്ശി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ ഇറങ്ങണമെന്നാണോ നീ പറയുന്നത്? അതായിരിക്കും നല്ലത്. ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. അല്ലേലും എനിക്കറിയാവടാ, ഞാൻ എന്തായാലും ഒന്ന് പറയാൻ നോക്കിയിരിക്കുവായിരുന്നു ഇവിടെ തന്നെ ഒന്ന് ഓടിച്ചു വിടാനായിട്ട്. എന്റെ ദൈവമേ, വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടോ കേട്ടോ. EMI അടയ്ക്കണം, ഇൻസ്റ്റാൾമെന്റുകാരന് പൈസ കൊടുക്കണം, ഇതിനൊക്കെ ഞാൻ തന്നെ കാണുന്നു. അതിന്റെ ഇടയ്ക്ക് മുത്തശ്ശിയുടെ കാര്യം. ഇതിങ്ങനെ പോട്ടെ, സാരമില്ല, സഹിക്കാം. അല്ല ഇപ്പൊ എന്ത് ചെയ്യാനത്? കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്തിനാടാ നീ കിടന്നിങ്ങനെ കരയുന്നത്? ഇല്ല, എനിക്ക് സങ്കടം കൊണ്ട് ഞാൻ കരഞ്ഞു പോയതാ. ആണ്ടെ 2:30 ബസ്. എനിക്ക് വാ. മുത്തശ്ശി പാവൻ. അയ്യോ, ഇവിടെ ഇരുന്ന് മുടുക്കരുത്. ബസ് പോകുമ്പോ ബസ് ഇരുന്ന് തുപ്പിയ വിഷയം എനിക്ക്. ഇത് മുറുക്കാനാണെന്ന് നിന്നോട് ആരാടാ പറഞ്ഞത്? എടാ, എന്റെ കെട്ടിയോ നിന്റെ അപ്പൂപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് എന്തോരം സ്വർണ്ണം ഇട്ടോണ്ടാന്നറിയാവോ എന്നെ ഇടുക്കിയിലോട്ട് കൊണ്ടുപോയിട്ടുള്ളത്? അന്ന് ഞാൻ അവിടുന്ന് ഇറങ്ങി ഇവിടെ വന്നിട്ട് ഇത്രയും കൊല്ലം കഴിഞ്ഞ് ഞാൻ തിരിച്ചു ചെല്ലുമ്പോ വെറുതെ അങ്ങനെ അങ്ങ് ചെന്നാ മതിയോടാ? അങ്ങാർക്കത് നാണക്കേടല്ലയോ? പിന്നില്ലേ. ഞാൻ ഭയങ്കര ശ്രദ്ധ. ഇപ്പൊ സാഡ് മ്യൂസിക് കേൾക്കുന്നില്ലേ? പെട്ടെന്നാണ് ആര് പറഞ്ഞു? മുത്തച്ഛിയെ ഭയങ്കര ഇഷ്ടമാന്നേ. ഞാൻ കണ്ടതാ. നിനക്കൊന്നും എന്നെ ഇഷ്ടമല്ല. ആര് പറഞ്ഞു? മുത്തശ്ശീനെ ഞാൻ പറഞ്ഞു വിടത്തില്ല. ഇനിയുള്ള ശിഷ്ട മുടിയൊക്കെ കെട്ട്, ഇനിയുള്ള ശിഷ്ടകാലം ഞാൻ മുത്തശ്ശീനെ എന്റെ വീട്ടിലാ നിർത്തുള്ളൂ. ഞാൻ വേണ്ട,
എനിക്കെന്നാ ഞാൻ നീ ഒരുത്തൻ നിന്റെ തന്ത മാത്രമല്ല എനിക്കൊരു മോനുള്ളത്. ഇടുക്കിയിലും ഉണ്ട് എനിക്കൊരു മോൻ. ഞാൻ അവിടെ നിന്നോളാം. എന്റെ കൊച്ചുമക്കളെ മൊത്തവും കണ്ട് ഞാൻ അവിടെ ഏത് കൊച്ചുമക്കള്? ഏത് കൊച്ചുമക്കളെന്നാ ചോദിച്ചത്? ഇത്രയും കാലം ഒരു കൊച്ചുമക്കളും വേണ്ടായിരുന്നല്ലോ. ഞാനല്ലേ നോക്കിയത്? ഞാനല്ലേ നോക്കിയത്? ഇപ്പൊ പൊട്ടിമുളത്തൊരു കൊച്ചുമക്കൾ ഉണ്ടാക്കിയത്. പോവണ്ട, ഞാൻ വിടത്തില്ല. ഞാൻ ഇവിടെ ശുദ്ധവായു ഇല്ലടാ. അവിടോട്ട് പോയാ ഇച്ചിരി കാറ്റും വെളിച്ചവും കിട്ടുവടാ എനിക്ക്. എന്റെ ദൈവം, ഇത് ആര് പറഞ്ഞു തന്ന്? പാലക്കാട് ഒരു വായു, ഇവിടെ ഒരു വായു, അവിടെ ഒരു വായു, എല്ലായിടത്തും ഒറ്റ ഓക്സിജൻ. അത് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ അങ്ങ് നിന്നാ മതി. പോവാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. ചെറുക്കൻ ഇതെന്തോ പറ്റിയടാ? എന്റെ കെട്ടിയോന്റെ ഓർമ്മ മൊത്തവും കിടക്കുന്നത് അവിടാടാ. ഞാൻ വിടത്തില്ല ഇടുക്കിയിലോട്ട്. ചെറുക്കൻ ഇതെന്തോ പറ്റി? എന്നെ അടക്കുമ്പം അങ്ങാറിന്റെ തൊട്ടപ്പുറത്ത് അടക്കണം, അങ്ങാരി ഇപ്പുറത്ത് കിടക്കണം. ഇങ്ങനെ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. മുത്തശ്ശി പേടിക്കണ്ട. മുത്തശ്ശനെ ഇപ്പഴ അടയ്ക്കാ പോരെ. ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെ വിളിച്ചു വരുത്തി ആസ്തി കൂടെ നിങ്ങൾ അടുത്ത് ഞാൻ കൊണ്ടിട്ടോളാം. എന്നാലും ഇടുക്കിയിലോട്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇവിടെ നിന്നാ മതി. എടാ, എനിക്ക് അങ്ങാരുടെ അടുത്ത് തന്നെ എന്നെ അടക്കണോന്നല്ലയോ ഞാൻ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മുത്തശ്ശൻ മരിച്ച് മുത്തശ്ശീനെ തൊട്ടടുത്ത് അടക്കിയെന്ന് മുത്തശ്ശി അറിയുന്നുണ്ടോ? ഇല്ല. മുത്തശ്ശി മരിച്ച് മുത്തശ്ശന്റെ അടുത്ത് അടക്കുന്നുണ്ട് മുത്തശ്ശി അറിയുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഈ കാശ് മുടക്കി അങ്ങോട്ട് പോണത്? ഇവിടെ എങ്ങാനും നിന്നാ പോരെ. പോവണ്ടായോ അപ്പൊ ഞാൻ? പോവണ്ട. അല്ലേലും എനിക്കറിയാം നീ എന്നെ ഒരു പാവ കളിപ്പിക്കുവാന്ന് എനിക്കറിയാം. കുറച്ച് നീ പറയും, ഇത് അത് പറയും. ഇപ്പൊ നീ ഇത് പറയുന്നു. ഇതൊക്കെ ഊരി വെക്കണേ. എന്തോ കാര്യത്തില് എന്റെ അലമാരി വെച്ചാൽ മതി. സേഫാ. 68 കൊല്ലം ഞാൻ ഇത് പാത്തു വെച്ചെങ്കിൽ എനിക്ക് ഇനി ഇത് പാത്തു വെക്കാൻ അറിയാം. ആണല്ലേ? ഊരി വെക്കണേ കേട്ടോ. ദൈവമേ, ഇനി ഒരു പുതിയ സ്പോട്ട് കണ്ടുപിടിക്കണത്. എന്റെ ഭഗവതി, ഇത്രയും കാലം ഞാൻ നിധി കാക്കുന്ന ഭൂതത്തെ ആയിരുന്നോ കാത്തു സൂക്ഷിച്ചോണ്ട് വെച്ചിരുന്നത്? എന്റെ ബെരോസേ, എന്റെ പൊന്നിയേട്ടാ, ഇതിവിടെ ഇരുന്നിട്ടാണ് പലിശക്കാരൊക്കെ വരുമ്പോ ഞാൻ ഈ ചാക്കിന്റെ ചൂട്ടിൽ പോയി കിടന്ന് ഇങ്ങനെ കടന്ന് ഉറങ്ങിയത്. അപ്പൊ പോലും ഞാൻ അറിഞ്ഞില്ല നിധി അതിൻ്റെ അടിയിൽ ഇരിക്കുന്നതെന്ന്. ഇനി മുത്തശ്ശീനെ ഇവിടെ നിന്ന് വിട്ടുകൊടുക്കരുത്. പുള്ളിക്ക് ഒരു മോനുണ്ട്, ഒരു വെട്ടുകിളി. പുള്ളിനെ ഇങ്ങോട്ട് വിളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. മുത്തശ്ശീനെ എനിക്ക് തന്നെ വേണം. അയ്യോ ചിറ്റപ്പൻ, എന്റെ അമ്മ നിനക്കൊരു ഭാരമല്ലോ? അങ്ങനെ ഒന്നും ഇല്ല. നീ എന്റെ അമ്മ ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ പറയുന്നത് ഞാൻ അറിയുന്നു. എടാ, ചിറ്റപ്പന്റെ കൈയുടെ ചൂടേലും അറിയാമോ? അറിയാം. ഞാൻ പറയാനാ. എടാ, എനിക്ക് അവിടെ കൊണ്ടുപോയി സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയേക്കുന്നത്. രാവിലെ ആണെങ്കിൽ അവള് തേയില പറിക്കാൻ പോവും, പിന്നെ അനിയനാണെങ്കിൽ കുരുമുളക് പറിക്കാൻ പോവും, പിന്നെ ഞാനാണെങ്കിലോ മഞ്ഞളിന് കള പറിക്കാൻ പോവും. എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അവിടെ ഈ പറിക്കല് മാത്രമേ ഉള്ളൂ, ആരും ജോലിക്ക് പോകാറില്ല. എടാ, അതാണോ പറഞ്ഞു വരുന്നത്? എടാ, അമ്മ ഇപ്പൊ അവിടെ കൊണ്ടുപോയാലുണ്ടല്ലോ, എടാ അവിടെ നോക്കാനും കാണാനും ആരും ഇല്ലെന്ന്. അത് ശരിയാണ്. പറഞ്ഞ മനസ്സിലായോ? എടാ, ആശുപത്രി ഉള്ളൊരു സ്ഥലമല്ല, അതറിയാമോ? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എടുത്തോണ്ട് പോട്ടെ, അതിന് പോലും അവിടെ ആരും ഇല്ല. അതുകൊണ്ട് എന്റെ നീ അമ്മയെ ആവശ്യമില്ലാതൊന്നും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ആണ്ടാ ചിറ്റപ്പന്റെ കൈയുടെ ചൂടുകൾ അറിയാമോ? പിന്നെ ഒരു കാര്യം കൂടെ പറ. എന്റെ അമ്മ ഇവിടെ ആക്കിയേക്കുന്നത് നിന്റെ അച്ഛൻ നാണ്ട ചത്ത് നാണ്ട തലക്ക് മീതെ നിൽക്കും, അറിയാമോ? പുള്ളിക്കാരെ അന്ന് എന്നോട് പറഞ്ഞു, ഞാൻ നോക്കിയില്ലെങ്കിൽ എന്റെ മക്കൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. ആ ഒരു ഒറ്റ വാക്കിന്റെ പുറത്താണ് ഞാൻ അമ്മ ഇവിടെ നിർത്തിയത്. പറഞ്ഞ മനസ്സിലായോ? എന്റെ അമ്മയെ വല്ല പറഞ്ഞ ചിറ്റപ്പന്റെ കൈയുടെ ചൂടുകൾ കാണാലോ. അതുകൊണ്ട് ഞാൻ പറയാം. ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഇടുക്കിന്ന് വന്നപ്പോ അമ്മയ്ക്ക് ഒരു സാധനം കൂടെ കൊണ്ടുവന്നു. ഇടുക്കി ഗോൾഡാണോ? അതാണോടാ പെറ്റകളേക്ക് കൊടുക്കുന്ന? പിന്നെ അടാ, ചിറ്റപ്പന്റെ കൈയുടെ ചൂടുകൾ അറിയാം. ആരാടാ അത്? രായനാണോടാ? അമ്മേ, ഇതെന്തിനാ ഈ സഞ്ചിയായിട്ട് വന്ന് ഇരിഞ്ഞോണ്ട? ഞാൻ എന്റെ കയ്യിലല്ലയോ ഈ സഞ്ചി ഇരിക്കുന്നത്? നിനക്കെന്തോ ചെയ്തോണ്ട് മാറി നിക്കടാ അങ്ങോട്ട്. ഇങ്ങോട്ട് മാറടാ, അമ്മ ഇങ്ങോട്ട് വരട്ടെ. ഓ, എന്റെ രായനാണോടാ? എടാ, നീ പണ്ടത്തെ കാട്ടിലും അങ്ങ് വൃത്തികേടായി പോയല്ലോടാ മോനെ. ഈ കൂടലൊക്കെ എന്ത് കോലം കെടാനായി? എന്തുവാടാ നിന്റെ കയ്യിൽ ഒരു കവറ്? അമ്മ ഇത് അമ്മയ്ക്ക് കൊണ്ടുവന്നതാ. അവള് നുള്ളിയതാ. നിന്റെ കവിളത്തോ? അതാണോ അവള് നുള്ളിയ തേയിലാന്നത്? അല്ല, ഇതൊക്കെ ഒരാളെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കടുപ്പം കിട്ടും, നല്ല സൂപ്പറായിട്ട് കട്ടൻ ചായ കുടിക്കും. അയ്യോ, അത് പച്ചക്കറിയില്ലല്ലോ. എന്താടാ ഇതിന്റെ കൂടെ ഇച്ചിരി ചൂടുവെള്ളം കൂടെ കുടിച്ച് അകത്ത് കിടന്ന് അങ്ങ് തിളക്കത്തില്ലേ? എന്നാ നീ കുറച്ച് പഞ്ചാര കൂടെ എടുത്തോണ്ട് വേണം. അവർക്ക് കട്ടൻ ചായ ഇട്ട് കൊടുത്തൂടെ വയറ്റിനകത്ത് കിടന്നു? ഇടുക്കിയിൽ എന്നാ ഉണ്ടാ വിശേഷം? അയ്യോ, വിശേഷത്തിന്റെ കാര്യമൊന്നും പറയണ്ട എന്റെ പൊന്നമ്മച്ചി. സാമ്പത്തികമായിട്ട് വളരെ പരുങ്ങല. പിന്നെ അത് മാത്രമാണോ, ഇളയ മോക്കടെ കല്യാണം വരാൻ പോന്നു. എന്റെ കയ്യിലാണെങ്കിൽ ഒരു 10 പൈസ ഇല്ല. ആരെങ്കിലും സഹായിക്കാനുണ്ടോ?
എന്തിനു പറയുന്നു? ഒരു ഇച്ചിരി സ്വർണം മേടിക്കാൻ ഒരു മുട്ടുപിന്നു പോലും എന്റെ കയ്യിലില്ല. വിഷമിക്കണ്ടാരായ, എല്ലാത്തിനും ദൈവം ഒരു പരിഹാരം നമുക്ക് കാണിച്ചു തരും. നാട്ടുകാർ പറയുന്നത് എന്റെ കയ്യിൽ ഏതോ കനകക്കട്ടി ഉണ്ടെന്നാ പറയുന്നത്. 2:30 മണിക്കാണ് ബസ് പോണ്ടേ. എന്റെ രായ, ഞാൻ പറയട്ടെ, എന്തായാലും നീ ഇടുക്കിന്ന് ഇവിടെ വരെ വന്നു. ഇന്ന് ഈ കുടുംബക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് കഴിയുമ്പം നിനക്കൊരാശ്വാസം കിട്ടും. ഒരു കാര്യം ചെയ്യാം, ഞാനും വരുന്നുണ്ട് നിന്റെ കൂടെ. എന്നാ ഞാൻ കുടുംബക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ അണിഞ്ഞൊരുങ്ങി പോണോന്ന്? എന്തുവാ അണിഞ്ഞൊരുങ്ങി പോണോന്നാ എന്റെ കെട്ടിയോൻ എന്നോട് പറഞ്ഞേക്കും. അവനെന്റെ സങ്കടം കണ്ടോട്ട് അവൻ കിടന്നു. എന്തുവാടാ അമ്മ? എത്ര പ്രാവശ്യം അമ്മയെ കൂട്ടിക്കൊണ്ട് പോയാൽ ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഈ നാറി എന്നെ ഇവിടെ കേട്ടിട്ടില്ല. ഞാനോ? നീ പറയുന്നേ? അമ്മേനാണ് എന്റെ മക്കളും ഭാര്യയും അവിടെ കിടന്ന് വിളിയോട് വിളി. ഇവൻ വിടത്തില്ല. 20 വർഷം കൊണ്ട് ഞാൻ ഇവിടെ കയറി ഇറങ്ങുന്നു. ഇതൊന്നുമല്ല, അമ്മുമ്മയുടെ ഓർഗൻസ് കണ്ടിട്ടാണ് ഈ പുള്ളി ഇങ്ങനെ കിടന്ന് ചാടുന്നത്. ഈ സ്വർണം എടാ, അത് ഓർണമെന്റ്. അതുകൊണ്ട് അറിയാതെ മണ്ണുകൊണ്ടിട്ട് വന്ന് അമ്മേനെ ഞാൻ കൊണ്ടുപോകും. ഞാൻ പൊന്നുപോലെ നോക്കും അമ്മ. പെട്ടെന്ന് എന്തുവാടാ ഇവനൊരു സ്നേഹം എന്റെ അടുത്ത്? അതൊന്നും അല്ല, ഇവൻ വർഷങ്ങളുണ്ട് എന്നെ ഇവിടെ കയറ്റാതെ. ഞാൻ ഇവിടെ പണി വന്ന് നിന്നിട്ട് ഇവ എന്നെ കയറ്റി. നിങ്ങളുടെ മോൾക്കും ഭാര്യയ്ക്കും അമ്മനെ കാണരുതല്ലോ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എന്റെ പൊന്നു മോനെ, ആ കുഞ്ഞുങ്ങളും വല്യമ്മച്ചിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നാക്കെടുത്ത് വായിലോട്ട് ഇടത്തില്ല. അതിനാ താൻ കയറി പിടിക്കുവോ? പോവാതെ സ്നേഹം കൊണ്ട്. അപ്പൊ താൻ കൊണ്ടുപോകല്ലേ? ഞാൻ കൊണ്ടുപോകും. ഇത് ഒറിജിനൽ സ്വർണം തന്നെയാണോ? 916. എന്നാ തന്നെ തല്ലി കൊന്നിട്ടാണേലും ഞാൻ മുത്തച്ഛ ഇവിടെ നിർത്തി. ഇതിന്റെ അവകാശം ഞാനാ. ഈ പ്രോപ്പർട്ടിയുടെ അവകാശം ഞാനാ അവരുടെ മോൻ. ഫസ്റ്റ് ഹാഫ് ഞാൻ കളിച്ച് കയറ്റി, സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ ഞാൻ, അപ്പൊ ക്ലൈമാക്സ് ബാക്കി നിനക്കൊണ്ടാക്കാത്ത തരത്തില്ല ഞാൻ. അങ്ങനെ വേണ്ട, ഇത് നിയമപരമായിട്ട് കഴിയണം. പുറത്തേക്കുന്നവനെ തന്നെ ഞാൻ കൊല്ലും. ചിത്രപ്പഴം നോക്കത്തില്ല. നീയൊക്കെ എന്തോത്തിന് കടന്ന് ഈ സ്നേഹം കാണിക്കുവാന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്റെ കയ്യിൽ കിടക്കുന്ന ഈ സ്വർണം കണ്ടിട്ടാ നിന്റെ രണ്ടിന്റെ സ്നേഹം എനിക്ക് മനസ്സിലായി. എടാ മക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സ്വർണത്തില് ഒരു 1/4 ഭാഗം ഞാൻ ഇവന് കൊടുക്കും. കാരണം കുറച്ച് കൂടുതൽ കാലം ഇവനായി എന്നെ നോക്കിയത്. ബാക്കിയുള്ളത് നീ നിന്റെ അനിയനും കൂടെ അങ്ങ് വീതിച്ചെടുത്തോണം. പിന്നെ നമ്മളെ പോലുള്ളവർക്ക് താമസിക്കാനായിട്ട് ഇവിടെ ഓരോരോ വൃദ്ധസാധനങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ അവിടോട്ട് കാണുമ്പോ ഞാനങ്ങ് ജീവിക്കും എന്നൊക്കെ ഞാൻ പറയണമെങ്കിൽ ഈ കാർത്തിയായനും എന്റെ കെട്ടിയോൻ ജീവിച്ചിരുന്ന കാലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതായി ഈ സ്വത്തും പണവും എല്ലാം. ഇതൊന്നും കണ്ടൊരുത്തരും മോഹിക്കണ്ട. ഇടുക്കിയിൽ എനിക്കൊരു വീടുണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയി താമസിക്കും. അവിടെ ആരാണോ എന്നെ വന്ന് നോക്കുന്നത് അവർക്കുള്ളതായി ഈ സ്വർണവും പണവും എല്ലാം. താണ്ടേ കൂടുതലും നിന്റെ അപ്പൂപ്പൻ ഇതെനിക്ക് പാക്ക് ചരണ്ട തന്നതല്ല, നിന്നെയൊക്കെ നിലയ്ക്ക് നിർത്താനും കൂടെ തന്നതാ. ഓർത്തോ?